ഉണ്ടാക്കാൻ പോണത് വാഴക്കൂമ്പ് അല്ലെങ്കിൽ കുടപ്പൻ അരിഞ്ഞത്, തേങ്ങ, ഉള്ളി, പച്ചമുളക്, ജീരകം, കുറച്ച് ചെറുപയർ വേവിച്ച് മുഴുവനും ഇടണില്ല, കുറച്ച് ഇടുള്ളൂ. ബാക്കി ഞാൻ വൈകുന്നേരം സുഖിയൻ ഉണ്ടാക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാം. ചീനച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി തിരി താത്തി വെച്ചിട്ട് കുറച്ച് കടുക്, മുളക്, ഇട്ട ശേഷം കുറച്ച് നമ്മൾ ചോറ് വയ്ക്കണമായിരിക്കും. നമ്മുടെ അമ്മച്ചനൊക്കെ ഓരോരുത്തർ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന കേട്ടോ. അതിങ്ങനെ പൊന്തി വരും, വറുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് കുടപ്പൻ ഇത് വലുതായിട്ട് പോട്ടുണ്ട് കുഴപ്പമില്ല. പയറും ഇട്ടേക്കാം. പയറൊന്നുകൂടി വേവാനുണ്ട്. നമ്മൾ ഒരു 2-3 സ്പൂൺ ചെറുപയറും ചേർക്കണം. സ്പൂണല്ല കഴിക്കണേ. അതും കൂടെ ചേർത്തിട്ട് അതിനകത്തേക്ക് ആവശ്യമുള്ള മസാലയില്ല, മഞ്ഞൾപ്പൊടിയും ആളതിൻ്റെ പറയാമെന്ന് പറയുന്നത്. സ്വല്പം മുളക് പൊടി, പേരിന് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. പച്ചമുളക് അധികം ചേർത്തേക്കുന്നത്, മുളക് പൊടിയും കുറച്ച് ഇട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വേവിക്കട്ടെ അടച്ച് വെച്ച്. തോരന് ചതച്ച് വെച്ച സാധനം വറുത്തെടുക്കുക. തോരൻ ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിലേക്ക് എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം 2 മിനിറ്റ് വീണ്ടും അടച്ച് വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങയ്ക്ക് ടേസ്റ്റ് പിടിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ് കുഴപ്പം തോരൻ ഓക്കെ ആയി, ഫൈനലിലെത്തി. നല്ലപോലെ ഇളക്കിയ തോരൻ റെഡിയായി. അത് പയറും നമ്മൾ ഒരുമിച്ചിടേണ്ട ആവശ്യമില്ല. അത് ശരിക്കും പയറിന് ഇച്ചിരി വേവ് കുറവായിരുന്നു. അപ്പം അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇട്ടിച്ച് ഇതൊന്നും കുടപ്പനല്ലേ വാഴപ്പൂവും അതിനൊന്നും അധികം വേവില്ല. അപ്പോൾ നമ്മൾ അത് വേവിക്കണം. അപ്പം റെഡിയായി. ഒക്കെ ഉണ്ട്, ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. ഇപ്പം പിന്നെ ഭയങ്കര സദ്യ യൂട്യൂബിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റ്. ഇത്ര സദ്യച്ച് നമ്മൾ വിസിറ്റേഴ്സ് ആരെങ്കിലും വരുമ്പോഴല്ലേ, അതുപോലെ യൂട്യൂബിന് വേണ്ടിയിട്ടല്ലേ, അവർ നമ്മുടെ വിസിറ്റേഴ്സ് അല്ലേ. അതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കണമല്ലോ. ഓക്കെ, താങ്ക് യു. ഗ്യാസ് ഓഫ്. അപ്പോൾ നമ്മുടെ ലഞ്ച് തയ്യാറായി. മീൻ വറുത്തത്, പുളിയിട്ട മീൻകറി, മാങ്ങയിട്ട മീൻകറി, വാഴക്കൂമ്പ് തോരൻ, രാവിലത്തെ കപ്പ. അപ്പോൾ എല്ലാവരും നല്ല ഫുഡ് കഴിക്കൂ, നന്നായിരിക്കും.